പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക നൽകും. രാവിലെ 11:30 പത്രിക സമർപ്പിക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആഘോഷമാക്കാനാണ് ബിജെപി തീരുമാനം. എൻഡിഎ നേതാക്കളും മുഖ്യമന്ത്രിമാരും മുതിർന്ന ബിജെപി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് എം.ജി. മിഥുനാണ് നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ആഘോഷ പരിപാടികൾ തുടങ്ങിയതാണ്. ഇന്നലത്തെ റോഡ് ഷോയുടെ ആരവമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ വാരണാസിയിൽ മനുഷ്യ കടൽ എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിൽ വലിയ ആഘോഷം, വലിയ ജനപങ്കാളിത്തമുള്ള റോഡ് ഷോയൊക്കെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു. ഇന്ന് വാരണാസിയിൽ പത്രിക സമർപ്പിക്കാൻ മോദി എത്തുമ്പോൾ ഉള്ള ആഘോഷ പരിപാടികൾ അത് ഏതൊക്കെ തരത്തിലാണ് ബി.ജെ.പി. ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അത് വലിയൊരു ശക്തി പ്രകടനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അറിയാം, ഇപ്പോൾ BLW ഗസ്റ്റ് ഹൗസിലാണ് പ്രധാനമന്ത്രി താമസിക്കുന്നത്. അതിന് മുന്നിലൊക്കെ തന്നെ വലിയ രീതിയിൽ തോരണങ്ങളും ഒപ്പം തന്നെ കൊടിതോരണങ്ങളും എല്ലാം തന്നെ അലങ്കരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ ഇവിടെ നിന്ന് ആനയിച്ചുകൊണ്ട് റോഡ് ഷോ പോലെ തന്നെ ഒരു വലിയ ശക്തി പ്രകടനമായി തന്നെ അവിടെ നിന്ന് വരണാധികാരിയുടെ മുന്നിലേക്ക് പോകാനാണ് തീരുമാനമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബി.ജെ.പി. നേതാക്കൾ അത് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ 12 സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. മുഖ്യമന്ത്രിമാർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ എൻഡിഎയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ മുതിർന്ന മറ്റ് നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ വിപുലമായ ഒരു ചടങ്ങാക്കി മാറ്റാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നേരിടുന്നത്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഈ ഒരു പത്രികാ സമർപ്പണം അത് വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള തീരുമാനമാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ രാവിലെ അദ്ദേഹം ഈ 11:30 വരണാധികാരിക്ക് മുമ്പിലേക്ക് എത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ദേശുമേധ ഘട്ടിലേക്ക് പോകും. അവിടെ ഗംഗാനദിയിൽ കുളിച്ചതിന് ശേഷം മുങ്ങിക്കുളിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഒരു ക്ഷേത്ര സന്ദർശനത്തിലേക്ക് പോകും. 10 മണിയോടുകൂടി കാൽഭൈരവ ക്ഷേത്ര സന്ദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഗംഗയിൽ മുങ്ങിക്കുളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ ആ ഘട്ടിലേക്ക് പോകുമെന്ന് ബി.ജെ.പിക്ക് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. 11:40 ഈ ഒരു പത്രിക സമർപ്പിക്കുന്നത്. അത് പ്രത്യേകം ഈ ഒരു മുഹൂർത്തം കുറിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ ഒരു രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അന്ന് ആ തന്ത്രി ആണ് അന്ന് ഈ ഒരു മുഹൂർത്തം കുറിച്ചു കൊടുത്തത്. അതിൽ അഭിജിത്ത് മുഹൂർത്തം എന്നാണ് ഈ ഒരു സമയത്തെ പറയുന്നത്. ആ സമയത്ത് 11:40 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ അദ്ദേഹത്തിന്റെ പത്രികാ സമർപ്പണം നടത്തുകയും ചെയ്യും. ഏതായാലും വലിയ ശക്തി പ്രകടനത്തോടു കൂടിയായിരിക്കും പ്രധാനമന്ത്രിയുടെ പത്രികാ സമർപ്പണം നടക്കുക. അതേസമയം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 4ാം ഘട്ടത്തിന്റെ പോളിംഗ് പൂർത്തിയായിരുന്നു. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് 2019 69.6% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് 67.25 കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 2% കുറവ് ഇത്തവണയും ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ഇതേ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 4ാം ഘട്ടത്തിൽ ഒരുപക്ഷെ കൂടുതൽ മേൽക്കൈ ഉണ്ടാകും, കൂടുതൽ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളൊരു പ്രതീക്ഷ എല്ലാ മുന്നണികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയും 2% പോളിംഗ് കുറയുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു പ്രതികരണം അല്പസമയത്തിന് മുമ്പ് വന്നിരുന്നു. ഈ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല, ഒരു ആശങ്കയും ബി.ജെ.പിയെ സംബന്ധിച്ചില്ല. കൂടുതൽ മേൽക്കൈ നേടാനാകും. കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 4ാം ഘട്ടത്തിൽ ഫേസ് 4-ൽ 42 സീറ്റുകളിൽ ബി.ജെ.പിക്ക് 2019 വിജയിക്കാനായിരുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ എല്ലാം സീറ്റുകൾ കൂടി, അവരെ പിന്തുണയ്ക്കുന്നവരുടെ എല്ലാം സീറ്റുകൾ കൂടി നോക്കുമ്പോൾ 84ഓളം സീറ്റുകൾ ഈ 96 ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ.ഡി.എക്ക് സ്വന്തമാവുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഇത്തവണയും വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അമിത്ഷാ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നരേന്ദ്രമോദി ഈ ജമ്മു കാശ്മീരിലെ പോളിംഗ് ശതമാനം ഉയർന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. അവിടുത്തെ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു സൂചന തന്നെയാണ് ഇത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നതെന്നുള്ളൊരു പ്രതികരണമാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തത്. മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇക്കുറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2019 പോളിംഗ് തന്നെയാണ് യു.പിയിൽ ഉണ്ടായിരുന്നത്. ബീഹാറിലും ജാർഖണ്ഡിലും ഇടിവ് താരതമ്യേന കുറവാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ മഹാരാഷ്ട്രയിൽ 8% ഈ ഒരു പോളിംഗിൽ കുറവുണ്ടായിരിക്കുന്നു. മധ്യപ്രദേശിൽ 5% എന്നിങ്ങനെയാണ് ഇടിവ് സംഭവിച്ചിരുന്നത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ മറാഠ സംവരണ മേഖലയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. അവിടെ ഈ മേഖലയിൽ ഗ്രാമീണ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ 10%-അടുത്തോളം 8% വോട്ട് ശതമാനം കുറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 10%-ലേറെ ഇടിവുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ ഇന്നലെ ലോക്സഭാ
ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അവിടുത്തെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയും ചെയ്തിരുന്നു. അവിടെ വലിയ അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറുകയും ചെയ്തിരുന്നു. പലയിടത്തും പല മണിക്കൂറുകൾ നീണ്ട് അവിടെ പ്രശ്നത്തെ തുടർന്ന് പോളിംഗ് നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പലയിടത്തും വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് 10% പോളിംഗ് അവിടെ കുറയാൻ ഉണ്ടായ സാഹചര്യമെന്നാണ് വൈഎസ്ആർ കോൺഗ്രസ് പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബംഗാളിൽ 6% ഇടിവുണ്ട്. ബംഗാളിൽ മറ്റു 3 ഘട്ടങ്ങളിലും ഇത്രയധികം ശതമാനം പോളിംഗ് കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യം 3 ഘട്ടങ്ങളിലും 1% അല്ലെങ്കിൽ 0.5% താഴെയായിരുന്നു പോളിംഗ് ശതമാനം കുറവുണ്ടായിരുന്നത്. പക്ഷേ 4ാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത് 5% ഉയർന്നു എന്നത് വലിയ ആശങ്ക തന്നെയാണ് TMC സംബന്ധിച്ചും ഒപ്പം തന്നെ മറ്റു മുന്നണികളെ സംബന്ധിച്ചും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായതാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിൽ കുറവ് വരാൻ കാരണമെന്നാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ആര്യ, MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.